ഹായ് ഹലോ, ഞാൻ ദേ ഒന്ന് നന്നായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുങ്ങിയിട്ട് ദേ പോയത് മുൻഷിയുടെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുൻഷിയുടെ വളകാപ്പാട്ടോ ഇന്ന്. അപ്പോൾ കസിൻസൊക്കെ കൂടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുൻഷിയും ദേ റെഡി ആകുന്നുണ്ട്. അങ്ങനെ മുൻഷിയും കൂടി റെഡിയായി ഞങ്ങളെല്ലാവരും എത്തിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാട്ടോ ഇത്. നല്ല മഞ്ചത്തിയായിരുന്നു കേട്ടോ മുൻഷി അന്ന് കാണാനായിട്ട്. അപ്പോൾ നേരെ ദേ വളകാപ്പിൻ്റെ ചടങ്ങിലേക്ക് പോവുകയാണ്. കസിൻ സിസ്റ്റേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വളകാപ്പിൻ്റെ ചടങ്ങിലേക്ക് പോവുകയാണ്. ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും പറയാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ചടങ്ങൊക്കെ തുടങ്ങി. അമ്മമാർ ആദ്യം തന്നെ മുൻഷക്ക് മധുരമൊക്കെ കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഓരോരുത്തരായിട്ട് ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ട് ഇതേ ചടങ്ങ് തന്നെ എങ്ങനെ അങ്ങ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ വളകാപ്പ് നടത്തണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു കേട്ടോ മുൻഷിയുടെ ഈ ഒരു വളകാപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് അടിപൊളിയായിട്ട് തന്നെ നടത്തണം തന്നെ വിചാരിച്ചിരുന്നേ. പിന്നെ ഫോട്ടോഗ്രാഫറെയൊക്കെ വെച്ചിട്ട് തന്നെയാട്ടോ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചത്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും അതുപോലെ തന്നെ കസിൻസും മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അങ്ങനെ ഫാമിലിയൊക്കെ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങ് കയറിക്കൂടി. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ മുൻഷേനെ വളയൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾ നമ്മൾ ഇപ്പോൾ തേച്ച് കൊടുത്തിട്ടില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ മുഖത്തൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ ഭംഗി ഉണ്ടാവില്ലല്ലോ എന്നുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പുറത്തേക്ക് പോയി ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രഹസനങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇനി മഞ്ഞൾ മുഖത്തേക്ക് തേക്കാൻ വേണ്ടി പോവാണ്. ഒരാളിത് ഏകദേശം ടയേർഡായിരുന്നു കേട്ടോ, ഒന്നും വയ്യായിരുന്നു. അങ്ങനെ ഈ മഞ്ഞളൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ നോക്കുകയാണേ. ഇനി ഞങ്ങൾ തന്നെയാണ് ഇത് മുൻഷക്ക് അങ്ങ് തേച്ചെടുക്കാൻ പോകുന്നത്. അപ്പോഴേക്കും പിന്നെ ഫോട്ടോഗ്രാഫറെ വക ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങ് മഞ്ഞളും കൂടി അങ്ങ് മുഖത്തേക്ക് അങ്ങ് നല്ല രീതിക്ക് അങ്ങ് തേച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ വളകാപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പ്രിയേച്ചി വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായേ. പിള്ളേർ സെറ്റും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. നല്ല അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. അങ്ങനെ ഞങ്ങൾ 1-2 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതോടുകൂടി മുൻഷിയുടെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ്. അപ്പോൾ ഏകദേശം സന്ധ്യയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പേ മുൻഷനോട് യാത്ര ചോദിച്ചപ്പോൾ മുൻഷ നല്ല രീതിക്ക് തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിന് ഒരുവിധം സമാധാനിപ്പിച്ചു. നല്ലൊരു ബേബികൾ ഉണ്ടാട്ടെ എന്നൊക്കെ വിഷ് ചെയ്തു. അതുപോലെ തന്നെ മുൻഷക്ക് നല്ലൊരു ബേബികൾ തന്നെയാട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ.